ഇൻഫിനിക്സ് മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഏത് ചാപ്റ്റർ ആയിരുന്നു? പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിന്റെ തന്നെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സസും കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. പക്ഷെ അതിനു മുമ്പ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണം. ഇപ്പോ 11 ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് ചെയ്യണം. 2 5s are 10, റിമൈൻഡർ എത്രയാ? 1. അപ്പോ ഈ 11 നമുക്ക് എങ്ങനെ എഴുതാം? 11 is equal to 2 into 5 plus 1 എന്ന് എഴുതാം. 2 into 5 plus 1 മനസ്സിലായി? 11 2 into quotient plus റിമൈൻഡർ അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഒരെണ്ണോട് നോക്കിക്കേ, ഒരു 10 divided by 3. 3 3s are 9, റിമൈൻഡർ 1. അപ്പൊ നമുക്ക് ഈ 10നെ എങ്ങനെ എഴുതാം? 10 is equal to 3 into 3 plus 1. ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, when a larger number is divided by a smaller number, the quotient and the remainder are both 2. അപ്പൊ അവിടെ എന്തുണ്ട്? ഒരു ലാർജർ നമ്പറും ഉണ്ട്, അതിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. Let larger number is equal to x and smaller number equal to y. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. എന്താ പറഞ്ഞേക്കുന്നത്? ഈ when larger number is divided by a smaller number, അതായത് ഈ ലാർജർ നമ്പറിനെ എന്താ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ കോഷ്യന്റും റിമൈൻഡറും എത്രയാണെന്നാ പറഞ്ഞേ? കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് 2. അതായത് കോഷ്യന്റ്, ഇവിടെ വരുന്ന കോഷ്യന്റും റിമൈൻഡറും എത്രയാണെന്നാ തന്നത്? 2 ആണെന്നാ തന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഇവിടെ നമ്മൾ 11 is equal to 2 into 5 plus 1 എന്ന് എഴുതി. അതേപോലെ ഇവിടെ എങ്ങനെ എഴുതാം? x equal to y into 2 plus 2. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. x is equal to 2y plus 2. ഇനി വേരിയബിൾസിനെ എല്ലാത്തിനെയും ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. x minus 2y equal to 2. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. കിട്ടിയത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? when 5 times the smaller is divided by the larger. 5 times the smaller, 5 times smaller number ഏതാ? y. അതായത് 5 times the smaller is divided by the larger number കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? quotient and remainder are still both 2. quotient റിമൈൻഡർ അപ്പോഴും എന്ത് തന്നെയാണ്? 2 തന്നെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ എഴുതിയതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? 5y equal to x into 2 plus 2. റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 5y equal to 2x plus 2. ഇനി എന്ത് ചെയ്യണം? ഈ പ്ലസ് 2x ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് 2x ആകും. മൈനസ് 2x, ഈ എക്സിനെ ആദ്യം എഴുതുന്നേ ഉള്ളേ, വേറെ വ്യത്യാസമൊന്നുമില്ല. പ്ലസ് 5y equal to 2. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷനെയും കൂടി സോൾവ് ചെയ്തെടുത്താൽ എക്സിന്റെ വൈയുടെ വാല്യൂ കിട്ടത്തില്ലേ? ഓക്കെ, x minus 2y equal to 2, പിന്നെന്താ? minus 2x plus 5y equal to 2. രണ്ട് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യും? ഇതിനെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 2x കിട്ടത്തില്ലേ? അപ്പൊ ഇക്വേഷൻ നമ്പർ 1നെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാം. 2x minus 2 2s are 4y equal to 2 into 2 4 minus 2x plus 5y equal to 2. രണ്ടാമത്തെ ഇക്വേഷന് ചേഞ്ച് ഒന്നുമില്ല. ഇനി ഇവിടെ നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓൾറെഡി രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ക്യാൻസൽ ചെയ്താൽ മതി. പ്ലസ് 2x മൈനസ് 2x ക്യാൻസൽ. ബാലൻസ് എന്താ ഉള്ളത്? മൈനസ് 4y. ഇവിടെ മൈനസ് കിടപ്പുണ്ട്, അത് മൈനസ് കറക്റ്റ് ആയിട്ട് ഇവിടെയും അതുപോലെ എഴുതണം. പ്ലസ് 5y equal to 4 plus 2. മൈനസ് 4y പ്ലസ് y എത്രയാ? y equal to 6 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x minus 2y equal to 2.
x minus 2 into 6 is equal to 2. x minus 12 is equal to 2. Therefore, x ന്റെ വാല്യൂ എന്താ? x equal to 2. ഈ മൈനസ് 12 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 12 പ്ലസ് 12. അപ്പോ x equal to 2 plus 12 14 എന്ന് കിട്ടി. അപ്പോ ലാർജർ നമ്പർ എന്ന് പറയുന്നത് larger number is equal to x 14 and smaller number എന്ന് പറയുന്നത് എത്രയാ? y equal to 6. ഓക്കെ, ഈസി ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഈ മോഡലിൽ ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷെ വ്യത്യാസമുണ്ട്. തന്നേക്കുന്ന ഇക്വേഷനും ഒക്കെ രണ്ടും കൂടെ വ്യത്യാസമുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ, എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ. നമുക്ക് നോക്കാം. An object start with a speed of u meter per second. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന്റെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് u meter per second ആണ്. And travels along a straight line. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ട്രാവൽ ചെയ്യാണ്. The speed increases at a rate of a meter per second. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? a meter per second ആണ്. പിന്നെ നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടൈം t സെക്കൻഡ് ഈസ് ut plus half at square. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് തന്നേക്കാം. ഫിസിക്സിനകത്തൊക്കെ ഉള്ള ഇക്വേഷൻ ആണ്, നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്ന ഇക്വേഷൻ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ് ഈസ് 10 മീറ്റർ. 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 4 സെക്കൻഡ് ഈസ് 28 മീറ്റർ. 4 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 28 മീറ്റർ ആണ്. അങ്ങനെയാണ് നമ്മൾ ചോദിച്ചേക്കുന്നത് സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്താണ്, സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്താണ്, ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്താണ് തന്നിട്ടുണ്ട്? സ്റ്റാർട്ട് വിത്ത് എ സ്പീഡ് ഓഫ് u. അപ്പൊ നമ്മൾ അതിനെ u എന്ന് എഴുതുന്നു. റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസസ്. എത്രയും തന്നിട്ടുണ്ട്? റേറ്റ് a മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ a എന്ന് എഴുതുന്നു. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് d is equal to ut plus half at സ്ക്വയർ. അതിന് നമ്മളൊരു ഇക്വേഷൻ ആയിട്ട് കൊടുക്കുന്നു. ഈ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ ഫോം ചെയ്ത് എടുക്കുന്നത്. നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ് ഈസ് 10 മീറ്റർ. അതായത് t ഈക്വൽ ടു 2 ആകുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാകും എന്നാ പറഞ്ഞേക്കുന്നത്? 10 ആകും. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 2 സെക്കൻഡ് ഈസ് 10. അതായത് ടൈം 2 ആകുമ്പോൾ d എന്തായിരിക്കും? 10 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പൊ 1 ബിക്കംസ് ഡിക്ക് പകരം 10 കൊടുക്കുക. 10 ഈക്വൽ ടു ഇവിടെ u എന്താണ് നമുക്കറിയില്ല. t എത്രയാ? 2 പ്ലസ് ഹാഫ് a t സ്ക്വയർ. t സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാല് 2 സ്ക്വയർ. 2 സ്ക്വയർ വെച്ചാൽ 2 into 2. 2 സ്ക്വയർ 2 into 2 എന്നല്ലേ അർത്ഥം. അതിവിടെ എഴുതിയേക്കുന്നേ ഉള്ളൂ. ഈ 2ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ. ബാക്കി ഇവിടെ 2a ഉള്ളൂ. നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. 10 is equal to 2u plus 2a. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. എന്താ? 2u plus 2a equal to 10. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. എക്സിനും വൈക്കും പകരം ഇവിടെ എന്താ? യുവും എയും ആണ്. ഇനി അടുത്തത് രണ്ടാമത് എന്താ? The distance traveled in 4 seconds is 28. അതായത് t is equal to 4 ആകുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണെന്നാ തന്നേക്കുന്നത്? 28 ആണെന്നാണ് തന്നേക്കുന്നത്. അപ്പൊ ഈ വാല്യൂസ് നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇവിടെ നമ്മളൊരു 1 എടുത്തില്ല, അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അപ്പൊ 1 ബിക്കംസ് എന്താ? ഡിക്ക് പകരം 28 ഈക്വൽ ടു u എന്താണെന്ന് അറിയില്ല. ടിക്ക് പകരം 4 പ്ലസ് ഹാഫ് ഇൻറ്റു a ഇൻറ്റു a നമുക്കറിയത്തില്ല. അപ്പൊ a അതുപോലെ ടി സ്ക്വയർ. ടി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇൻറ്റു 4. രണ്ടുകൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. അതായത് 28 ഈസ് ഈക്വൽ ടു 4u പ്ലസ് ഇവിടെ 4 ഇൻറ്റു 2 ഉണ്ട്. അപ്പോ 8a. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. എന്താ? 4u പ്ലസ് 8a ഈക്വൽ ടു 28. നമുക്ക് അടുത്ത ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷനും കൂടി എടുത്ത് സോൾവ് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ ഫോം ചെയ്തെടുത്ത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സെപ്പറേറ്റ് അത് എടുത്തെഴുതി ചെയ്ത് നോക്കാം. ഓക്കെ,
ഇനി ഞാൻ നമുക്ക് കിട്ടിയ ആ ഇക്വേഷൻ നമ്പർ 2ഉം 3ഉം സെപ്പറേറ്റ് എടുത്ത് എഴുതിയേക്കാം. നമുക്കിനി ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, നോക്കി 2 ഇൻറ്റു 2 ചെയ്താൽ 4 കിട്ടും. സോ ഇക്വേഷൻ നമ്പർ 2നെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന് ചേഞ്ച് ഒന്നും വരുത്തണ്ട. റീറൈറ്റ് ചെയ്യുമ്പോൾ 4u പ്ലസ് 4a ഈക്വൽ ടു 20. ഇതിന് ചേഞ്ച് ഒന്നുമില്ല. 4u പ്ലസ് 8a ഈക്വൽ ടു 28. ഇനി എന്ത് ചെയ്യണം? സൈൻ ചേഞ്ച് ചെയ്യണം. സൈൻ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വരും. 4u മൈനസ് 4u ക്യാൻസൽ ആയിപ്പോയി. ബാലൻസ് 4a മൈനസ് 8a ഈക്വൽ ടു 20 മൈനസ് 28 എന്ന് കിട്ടി. 4a മൈനസ് 8a എന്താ? മൈനസ് 4a ഈക്വൽ ടു മൈനസ് 8. സോ നമുക്ക് a എന്തെന്ന് കിട്ടും? a ഈക്വൽ ടു മൈനസ് 8 ഡിവൈഡഡ് ബൈ മൈനസ് 4. മൈനസ് മൈനസ് കൂടി പ്ലസ് ആകും 2. അപ്പൊ എയുടെ വാല്യൂ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യുവിന്റെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. അതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 2. അതായത് 2u പ്ലസ് 2a ഈക്വൽ ടു 10 ആണ്. 2u പ്ലസ് 2 ഇൻറ്റു എയുടെ വാല്യൂ 2 ഈക്വൽ ടു 10. 2u പ്ലസ് 4 ഈക്വൽ ടു 10. 2u ഈക്വൽ ടു 10 മൈനസ് 4 ഈക്വൽ ടു 6. 2u ആണ് 6. അപ്പൊ u ഈസ് ഈക്വൽ ടു 6/2 ഈക്വൽ ടു 3 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പൊ യുവും എയും കിട്ടിയല്ലോ. ദാറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് സ്പീഡ്. സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയാ? 3 meter per second. And rate at which speed increases. എത്രയാ? നമ്മൾ കിട്ടി 3 അല്ലെ? 2 meter per second. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. നമ്പറിന്റെ ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ 23 എന്ന് പറയുന്ന ഒരു നമ്പർ. ഈ നമ്പറിന്റെ എക്സ്പാൻഡഡ് ഫോം നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 10 പ്ലസ് 3 എന്ന് എഴുതാം. അതായത് ഇവിടെ വരുന്ന 10 സ്ഥാനത്ത് വരുന്നതിന്റെ ഇൻറ്റു 10 പ്ലസ് 3 എന്ന് എഴുതാം. അതുപോലെ ഇപ്പൊ ഒരു 41 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 10 പ്ലസ് 1 എന്ന് എഴുതാം. എക്സ്പാൻഡഡ് ഫോം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഒരു 63 എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 10 പ്ലസ് 3. 22 2 ഇൻറ്റു 10 പ്ലസ് 1. ഇനി ഇപ്പോ ഇതേപോലെ ആദ്യത്തെ ഡിജിറ്റ് എക്സും രണ്ടാമത്തെ ഡിജിറ്റ് വൈ. ഇത് എക്സ് ഇൻറ്റു വൈ എന്നൊന്നും വായിക്കരുത്. ആദ്യത്തെ ഡിജിറ്റ് എക്സും രണ്ടാമത്തെ ഡിജിറ്റ് വൈ അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു 10 പ്ലസ് 1. അതായത് 10x 1 അല്ല y. 10x പ്ലസ് y എന്ന് എഴുതാം. ഇനി ഫസ്റ്റ് ഡിജിറ്റ് വൈയും സെക്കൻഡ് ഡിജിറ്റ് എക്സും ആണെങ്കിൽ നമുക്ക് ഇതേപോലെ എങ്ങനെ എഴുതാം? y ഇൻറ്റു 10 പ്ലസ് എക്സ്. അതായത് 10y പ്ലസ് എക്സ്. മനസ്സിലായോ? ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വേണം. മനസ്സിലായോ? ഫസ്റ്റ് ഡിജിറ്റ് എക്സും സെക്കൻഡ് ഡിജിറ്റ് വൈയും ആണെങ്കിൽ ആ ഒരു 2 ഡിജിറ്റ് നമ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം? 10x പ്ലസ് y എന്ന് എഴുതാം. അതേപോലെ ഫസ്റ്റ് ഡിജിറ്റ് വൈയും സെക്കൻഡ് ഡിജിറ്റ് എക്സും ആണെങ്കിൽ നമുക്ക് ആ 2 ഡിജിറ്റ് നമ്പറിന് എങ്ങനെ എഴുതാം? 10y പ്ലസ് എക്സ്. ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് പോവാം. സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 11. അതായത് ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്, അതിന്റെ സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് എന്താക്കി എടുക്കുന്നു? എക്സ് ആയിട്ടും എടുക്കുന്നു. സെക്കൻഡ് ഡിജിറ്റ് വൈയുമായിട്ട് എടുക്കുന്നു. അപ്പൊ ആ നമ്പർ എന്തായിരിക്കും? നമ്പർ ഫസ്റ്റ് ഡിജിറ്റ് എക്സും സെക്കൻഡ് ഡിജിറ്റ് വൈയും ആണെങ്കിൽ നമ്പറിനെ എങ്ങനെ എഴുതാന്ന് പറഞ്ഞേ? 10x പ്ലസ് വൈ എന്ന് എഴുതാൻ പറ്റും. ആ നമ്പറിന് നമുക്ക് 10x പ്ലസ് വൈ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 11. അതായത് ഈ ഡിജിറ്റിന്റെയും കൂടി സമ്മ് എത്രയാണ് തന്നിട്ടുണ്ട്? 11 ആണ് തന്നിട്ടുണ്ട്. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി the number got by interchanging the digit is 27 more than the original number. ഇനി അടുത്ത എന്താ ചെയ്തത്? ഇതിന്റെ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്തു.
ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്തു. ഡിജിറ്റ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഫസ്റ്റ് ഡിജിറ്റ് y ആകും. സെക്കൻഡ് ഡിജിറ്റ് എന്താകും? എക്സ് ആകും. അപ്പൊ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആ ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടിയ ആ ഒരു നമ്പറിനെ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഡിജിറ്റ് വൈയും സെക്കൻഡ് ഡിജിറ്റ് എക്സും ആണെങ്കിൽ ആ നമ്പർ 10y പ്ലസ് എക്സ് ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്തെടുക്കാം. ഓക്കെ, ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടിയ ഈ ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത് ഈസ് 27 more than the original number. ഒറിജിനൽ നമ്പർ ഏതാ? 10x plus y. ഇക്വേഷൻ ഇത് മനസ്സിലായോ? ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് the number got by interchanging the digits. അതായത് ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഈസ് 27 more than, അതായത് 27 പ്ലസ് ഒറിജിനൽ നമ്പർ. ഒറിജിനൽ നമ്പർ ഏതാ? 10x plus y. അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾസിനെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരാം, നമ്പർ എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. അതായത് എന്താ 10y പ്ലസ് എക്സ്, ഈ പ്ലസ് 10x ഇപ്പുറത്ത് വരുമ്പോ മൈനസ് 10x പ്ലസ് y ഇപ്പുറത്ത് വരുമ്പോ മൈനസ് y ഈക്വൽ ടു 27 എന്ന് കിട്ടി. ഇനി 10y മൈനസ് y എന്ന് പറയുന്നത് 9y, x മൈനസ് 10x എന്ന് പറയുന്നത് മൈനസ് 9x ഇസ് ഈക്വൽ ടു 27 എന്ന് കിട്ടി. ഇനി ഇതിനകത്ത് രണ്ടിനകത്ത് 9 കോമൺ എടുക്കുവാണെങ്കിൽ y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 27. അങ്ങനെയാണെങ്കിൽ y മൈനസ് എക്സ് എന്ന് പറയുന്നത് 27 ഡിവൈഡഡ് ബൈ 9, അതായത് 3 എന്ന് കിട്ടും. അതായത് നമുക്ക് കിട്ടി y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 3. നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ആദ്യം y അല്ലേ വന്നേക്കുന്നത്, അപ്പൊ ഈ x പ്ലസ് വൈനെ നമുക്ക് y പ്ലസ് എക്സ് എന്ന് എഴുതാമല്ലോ. y പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 11, y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 3. ഇനി ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോവും. അതായത് 2y ഈക്വൽ ടു 14, y ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 7 എന്ന് കിട്ടി. അപ്പൊ വൈയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 7 എന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11, വൈക്ക് പകരം 7 കൊടുക്കുക. അപ്പോ എക്സ് ഈസ് ഈക്വൽ ടു 11 മൈനസ് 7 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4ഉം സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറയുന്നത് 7ഉം കിട്ടി. അപ്പൊ നമ്പർ എന്താണ്? നമ്പർ ഈസ് ഈക്വൽ ടു 47 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 2-digit number is equal to 6 times the sum of its digit. അപ്പൊ ഡിജിറ്റ്സ് നമ്മള് എക്സും വൈയും ആയിട്ട് എടുക്കുവാണ്. 2-digit number is equal to, അപ്പൊ ആ 2-digit നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഈക്വൽ ടു 2-digit നമ്പറിനെ നമുക്ക് 10x പ്ലസ് y എന്ന് എഴുതാമെന്ന് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പഠിച്ചു. അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ. 2-digit നമ്പറിന് നമുക്ക് 10x പ്ലസ് y എന്ന് എഴുതാൻ പറ്റും. അപ്പോ ആ 2-digit നമ്പർ ഈസ് ഈക്വൽ ടു എന്താ? 6 ടൈംസ് ദി സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്. മനസ്സിലായത് എഴുതിയത്? ഈ 2-digit നമ്പർ എന്ന് പറയുന്നത് 6 ടൈംസ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ് ആണ്. ആ ഇക്വേഷൻ, ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഇക്വേഷൻ ഫോമിൽ എഴുതിയേക്കുന്നതാണ്. അപ്പോ 10x പ്ലസ് y ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6x പ്ലസ് 6y എന്ന് വരും. എക്സിനെയും വൈനെയും അപ്പുറത്ത് കൊണ്ടുവരാം. 10x പ്ലസ് y മൈനസ് 6x മൈനസ് 6y. ഈ പ്ലസ് 6x ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 6x ആവും, പ്ലസ് 6y ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 6y ആവും. ഈ ഈക്വൽ ടു ഇവിടെ പിന്നെ ഒന്നുമില്ല, 0. 10x മൈനസ് 6x എന്ന് പറയുന്നത് 4x, y മൈനസ് 6y എന്ന് പറയുന്നത് മൈനസ് 5y ഈക്വൽ ടു 0. ഇത് ആദ്യത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി എന്താ? ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. ഇനി നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ഡിജിറ്റ്സ് എന്താ? നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് the digits
നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു ഇന്റർചേഞ്ച് ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ ഡിജിറ്റ് വൈയും രണ്ടാമത്തെ ഡിജിറ്റ് എക്സും. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10y plus x. അപ്പോ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 9 more than 4 times the sum of digits. ഇതിനെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഫോമിൽ എഴുതാം? ഓക്കെ, നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 9 more than, അപ്പൊ 9 plus 4 times the sum of the digit. 9 more than 4 times the sum of the digits. എഴുതുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? നോക്കേ, the number got by interchanging the digits. എന്താ the number got by interchanging the digits എന്ന് പറഞ്ഞാൽ 10y plus x. അത് അതേപോലെ എഴുതി. is 9 more than, അതിനെയാണ് 9 plus എന്ന് എഴുതിയേക്കുന്നത്. 4 times the sum of digits. 4 times the sum of digits. Sum of digits എന്ന് വെച്ചാൽ x plus y. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. 10y plus x is equal to 9 plus 4x plus 4y. ഇനി നമുക്ക് വേരിയബിൾസിനെ എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. 10y plus x plus 4y അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 4y മൈനസ് 4x മൈനസ് 4x മൈനസ് 4y ഈക്വൽ ടു 9. ഇനി 10y മൈനസ് 4y എന്ന് പറയുന്നത് 6y. എക്സ് മൈനസ് 4x എന്ന് പറയുന്നത് മൈനസ് 3x ഇസ് ഈക്വൽ ടു 9. ഇനി ഇതിനകത്ത് രണ്ടിനകത്തും നമുക്കൊരു 3 കോമൺ എടുക്കാം. അപ്പൊ 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി 2y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 9. ഓക്കെ, അപ്പോ 2y മൈനസ് എക്സ് എന്ന് പറയുന്നത് 9/3 ഈക്വൽ ടു 3. ഇത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. മൈനസ് എക്സ് പ്ലസ് 2y എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി. നമുക്കിനി എന്ത് ചെയ്യാം? ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടി സോൾവ് ചെയ്ത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻസ്. ഇനി നമുക്ക് ഇതിനെ സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിനെ ഇൻറ്റു 4 ചെയ്ത് ഇവിടെ 4x ആവത്തില്ല. അപ്പൊ ഇക്വേഷൻ നമ്പർ 2നെയാണ് നമ്മൾ ഇവിടെ ഇൻറ്റു 4 ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ ചേഞ്ച് ഒന്നുമില്ല. 4x മൈനസ് 5y ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയാവും? മൈനസ് 4x പ്ലസ് 4 2s are 8. 8y ഈസ് ഈക്വൽ ടു 3 4s are 12. ഇത് രണ്ടും ക്യാൻസൽ. ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് സൈൻ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി ഇവിടെ എന്തുണ്ട്? മൈനസ് 5y പ്ലസ് 8y ഈക്വൽ ടു 0 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ 12. മൈനസ് 5y പ്ലസ് 8y എന്ന് വെച്ച് കഴിഞ്ഞാൽ 3y. 3y ഈക്വൽ ടു 12 ആൻഡ് y ഈസ് ഈക്വൽ ടു 12/3 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ yയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? 4 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? 4x മൈനസ് 5y ഈക്വൽ ടു 0 ആണ്. അപ്പോ 4x മൈനസ് 5 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 0. 4x minus 5 4s are 20 equal to 0. 4x is equal to 20. X is equal to 20 divided by 4 is equal to 5. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് നമുക്ക് 5 എന്നും കിട്ടി, സെക്കൻഡ് ഡിജിറ്റ് 4 എന്നും കിട്ടി. സോ നമ്പർ ഈസ് ഈക്വൽ ടു 54. അപ്പോഴും നമ്മൾ പെയർസ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിനകത്ത് കിടക്കുന്ന എല്ലാ പ്രോബ്ലംസും ഞാൻ നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ ചെയ്യും. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ക്ലാസ്സസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉടനെ തന്നെ ചാപ്റ്റർ 2 അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് എനേബിൾ ചെയ്തിട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. ആൻഡ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. നമുക്കിപ്പോ അടുത്ത ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.